നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു വീട്ടമ്മയുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള എരഞ്ഞോളിയിലെ സീന എന്ന വീട്ടമ്മ. ഇവർ CPM-നെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിരുന്നു. കാരണം ബോംബ് പൊട്ടി ഒരു വയോധികൻ മരിച്ചതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ അങ്ങേയറ്റം രോഷത്തോടെയാണ് ഇവർ പ്രതികരിച്ചിരുന്നത്. അപ്പോൾ തന്നെ കരുതിയതുമാണ് CPM-ന്റെ ആൾക്കാർ ഉടൻ തന്നെ ഇവരുടെ വീട്ടിലെത്തി ഒരു ഭീഷണി നടത്തുമെന്ന്. അതുപോലെ സംഭവിച്ചിരിക്കുകയാണ്. എരഞ്ഞോളിയിലെ കുടക്കളത്ത് ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ CPM-നെ വിമർശിച്ച് രംഗത്തെത്തിയ യുവതിക്ക് നേരെ ഭീഷണിയെന്ന ആരോപണം ഇപ്പോൾ പുറത്തുവരികയാണ്. ബുധനാഴ്ച രാത്രി പാർട്ടി പ്രവർത്തകർ വീട്ടിലെത്തിയതായി മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറഞ്ഞു. അമ്മയോട് മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞതായും അവർ വ്യക്തമാക്കി. ഇതിന് നല്ല വാക്കുകൊണ്ടുള്ള ഭീഷണിയായാണ് സീന വിലയിരുത്തുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് യുവതി നടത്തിയ വെളിപ്പെടുത്തലുകളെ CPM തള്ളിയിരുന്നു. കോൺഗ്രസ് അനുഭാവമുള്ള കുടുംബമാണ് യുവതിയുടേതെന്നും 4 വർഷമായി പ്രദേശത്ത് അവർ താമസിക്കാറില്ലെന്നുമാണ് എരഞ്ഞോളി പഞ്ചായത്ത് അംഗം നിമിഷയുടെ വാദം. ഇതിനിടെ സീനയുടെ വീടിന് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ്. ഇതിന് പിന്നാലെയാണ് ഭീഷണിയുമായി പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയതെന്ന് സീന പറയുന്നു. സ്ത്രീകളാണ് വന്നത്. മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവർ അമ്മയോട് പറഞ്ഞു. അവൾ താൻ പറഞ്ഞാൽ കേൾക്കില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി. സംഭവം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും സീന പറഞ്ഞു. ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാക്കുകയാണ്. ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. കൊന്നാലും വേണ്ടില്ല, സത്യം വിളിച്ചു പറയും. തേങ്ങയെടുക്കാൻ പോയപ്പോഴാണ് വേലായുധേട്ടൻ ബോംബ് പൊട്ടി മരിച്ചത്. വയലിൽ പുല്ല് പറിക്കാൻ സ്ത്രീകൾ പോകാറുണ്ട്. അവിടെയും ബോംബ് സൂക്ഷിച്ചാൽ പൊട്ടിത്തെറിക്കില്ലേ? ഇങ്ങനെ പോയാൽ കുഴിബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരും. 15 വർഷം മുൻപ് വീട് വാടകയ്ക്ക് നൽകി. അന്ന് വീട്ടിൽ ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ് വാടകക്കാർ പേടിച്ച് വീട്ടിൽ നിന്ന് പോയി. മതിൽ കെട്ടിയ കല്ലിനുള്ളിൽ വരെ ബോംബ് വെക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ട് പോലീസ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല? ഭരണഘടന വാഗ്ദാനം നൽകുന്ന സമാധാനം ലഭിക്കേണ്ടേ എന്ന് സീന പറഞ്ഞിരുന്നു. മകളെ നിലയ്ക്ക് നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമായിരുന്നു പാർട്ടിക്കാരുടെ താക്കീത്. ഒരു പാർട്ടിയെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ബോംബ് നിർമ്മാണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് തുറന്നു പറഞ്ഞതെന്നും സീന പറയുന്നു. തലശ്ശേരി എരഞ്ഞോളിയിൽ വർഷങ്ങളായി സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നു എന്നായിരുന്നു സീന വെളിപ്പെടുത്തിയത്. ഇതാണ് CPM-നെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം സീന പറഞ്ഞത് പേടിച്ചിട്ടാണ് ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും. പിന്നെ ഇവിടെ ജീവിക്കാൻ ഇവർ അനുവദിക്കില്ല. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളൊക്കെ ഈ പാർട്ടിക്കാരുടെ ഹബ്ബാണ്. ഞങ്ങൾ സാധാരണക്കാരാണ്. മരിച്ചതും സാധാരണക്കാരനാണ്. ഞാനിതൊക്കെ തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ്. നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ സഹായിക്കൂ എന്ന് കൈകൂപ്പിക്കൊണ്ട് ഷാഫി പറമ്പലിന് മുന്നിൽ വെച്ചാണ് സീന ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. ഇതാണ് CPM-നെ ചോടിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ സീനയ്ക്ക് നേരെ പാർട്ടിക്കാർ ഞങ്ങൾ ഉപദേശിക്കാൻ വന്നതാണ് എന്ന തരത്തിലാണ് പാർട്ടിക്കാർ ഇപ്പോൾ സീനയുടെ വീട്ടിലെത്തിയത്. സീന ഇത് വെളിപ്പെടുത്തിയതോടുകൂടി തന്നെ സീന ഹിറ്റ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. കാരണം കണ്ണൂരിൽ എന്ത് സംഭവിച്ചാലും പാർട്ടിക്കെതിരെ ആരും ഒന്നും മിണ്ടരുത് എന്ന നയമാണ് CPM-ന്റേത്. സീന ഒരാളുടെ പേരും എടുത്ത് പറഞ്ഞില്ല, ഒരു പാർട്ടിക്കാരുടെയും പേര് പറഞ്ഞില്ല. ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കേട്ട ഉടൻ തന്നെ CPM-കാരാണ് സീനയുടെ വീട്ടിൽ വന്നത്. മറ്റൊരു പാർട്ടിക്കാരും എത്തിയില്ല. പക്ഷെ പേരെടുത്ത് പറയാഞ്ഞിട്ട് പോലും CPM-കാരെത്തി. അപ്പോൾ പിന്നെ ഇവരുടെ ഭാഗത്താണ് കൃത്യമായ ബോംബ് നിർമ്മാണം ഉണ്ടായതെന്ന് പറയാതെ പറയുകയാണോ എന്നാണ് ഇപ്പോൾ പരിഹാസം വരുന്നത്. എന്തായാലും CPM-കാർ കൂട്ടത്തോടെ ഇളകിയിട്ടുണ്ട്. എന്തായാലും സീനയുടെ കുടുംബത്തിന് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്.